കൊട്ടിയൂർ ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ ലക്കം. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്ന് 2 ശിവക്ഷേത്രങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂരാണ് മൂലക്ഷേത്രം. ഇവിടെ വർഷത്തിൽ 1 മാസം മാത്രമാണ് പൂജാതി കാര്യങ്ങൾ നടക്കുന്നത്. മൂലക്ഷേത്ര സങ്കല്പം കേരളത്തിലെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം മുതൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെ മാത്രമാണ് നടക്കുന്നത്. ബാക്കി 11 മാസം ഇക്കരെ കൊട്ടിയൂരാണ് പൂജാതി കർമ്മങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ അക്കരെ കൊട്ടിയൂരുടെ ഉത്സവത്തിനാണ് വലിയ പ്രാധാന്യം. കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തു നിന്നും ഇതര പ്രദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂരിലെ 1 മാസക്കാലത്തെ ചോതി ഉത്സവത്തിന് എത്തിച്ചേരാറുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട്. പല ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിച്ചുമുള്ള ഐതിഹ്യവുമായി ഇതിന് ഏറെ സാമ്യമുണ്ട്. ഒറ്റപ്പിലാവ് മലയിലെ കുറിച്യർ മൂപ്പൻ നായാട്ടിനിടയിൽ തൻ്റെ കൈവശമുള്ള അമ്പ് മൂർച്ച കൂട്ടുമ്പോൾ ഒരു ശിലയിൽ നിന്ന് രക്തം പൊടിയുന്നത് കണ്ടുവെന്നും ഉടനെ അദ്ദേഹം പടിഞ്ഞാറേ ഇല്ലത്തെ നമ്പൂതിരിയെ അറിയിച്ചുവെന്നും അദ്ദേഹം ദൈവസാന്നിധ്യം മനസ്സിലാക്കി കൊട്ടിയൂരപ്പനെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിഗ്രഹത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം. ഇത് പല ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇത്തരം ഐതിഹ്യങ്ങൾ പ്രചരിക്കാറുണ്ട്. ഈ ഐതിഹ്യങ്ങൾക്ക് ഒരടിസ്ഥാനം നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും ഈ ക്ഷേത്രങ്ങളെല്ലാം ആദ്യ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ ആദിമ ജനവിഭാഗക്കാരായ സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥനാ ഇടങ്ങളായിരുന്നിട്ടുണ്ടാകണം. ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാരിമാർ കയ്യേറിയെന്നോ കവർന്നെടുത്തെന്നോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചുവെന്നോ നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല. ഇപ്രകാരം കല്ലിൽ നിന്ന് ചോര പൊടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ദേവീ വിഗ്രഹങ്ങളും ദേവവിഗ്രഹങ്ങളെക്കുറിച്ചുള്ള നിരവധി ഐതിഹ്യങ്ങളുണ്ട്. തീർച്ചയായും ഇതൊരു ആദിമ ജനവിഭാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ ഇടങ്ങളായിരുന്നിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഉദാഹരണമുള്ളത് ഓടക്കാട് അച്ഛൻ എന്ന് കുറിച്യർ ഭക്തിയോടുകൂടി വിളിച്ചിരുന്ന മൂർത്തിയായിരുന്നു ഇതെന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു വാദഗതിയുണ്ട്. ഈ ഓടക്കാട് അച്ഛൻ എന്ന മൂർത്തിയാണ് പിൽക്കാലത്ത് ശിവനായി മാറിയത് എന്ന് കരുതപ്പെടുന്നു. ശിവസങ്കല്പവുമായി ബന്ധപ്പെട്ട് ഈ ദ്രാവിഡ വിശ്വാസത്തിന് ആഴത്തിലുള്ള ബന്ധം പലയിടങ്ങൾക്കും നമുക്ക് കൽപ്പിക്കാൻ കഴിയും. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിരവധി ആചാരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമാണ് വൈശാഖോത്സവം. ഇവിടെ എത്തിച്ചേർന്ന പരശുരാമനെ ബാധിക്കാനായി കലി എന്ന ദുർദേവൻ എത്തിയെന്നും ത്രിമൂർത്തികൾ ഈ കലിയെ തലക്കടിച്ചു വീഴ്ത്തിയെന്നും മേലിൽ കേരളക്കരയിൽ കലിബാധ ഉണ്ടാവില്ല എന്നും ഉറപ്പിന്മേൽ കലി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നുമാണ് ഒരു വിശ്വാസം. കേരളത്തിൻ്റെ സംസ്കാരവുമായി ഈ കഥയ്ക്ക് വളരെയേറെ ബന്ധമുണ്ട്. ഒരർത്ഥത്തിൽ മറ്റ് പല പ്രദേശങ്ങളിലും കാണുന്ന
ദുർദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് മുക്തമായ ഈശ്വര സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ കഥ അറിഞ്ഞോ അറിയാതെയോ സംഭാവന ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേടമാസത്തിലെ വിശാഖ നാളിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവം നടക്കുന്നത്. മറ്റൊന്ന്, കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം കയ്പുരസമുള്ള ഉണ്ണിയപ്പമാണ്. മധുരം ചേർത്തുണ്ടാക്കുന്ന അപ്പം പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോൾ കയ്പുരസം അനുഭവപ്പെടുന്നതുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജാരി നടത്തുന്ന ഗൂഢ പൂജയുണ്ട്, മറ്റാരും കാണാതെ നടത്തുന്ന ഗൂഢകർമ്മങ്ങൾ. ഈ ഗൂഢകർമ്മങ്ങൾ നടത്തിയതിന് ശേഷം പ്രസാദമായി അപ്പം നൽകും. ഈ അപ്പം ഭുജിക്കുന്നവർക്ക് മധുരമാണ് അനുഭവപ്പെടേണ്ടത്. എന്നാൽ ആർക്കെങ്കിലും ഇപ്രകാരം മധുരം അനുഭവപ്പെടാതെ കയ്പ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത കൊട്ടിയൂർ ഉത്സവത്തിന് അവർ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നാണ് ഇതു സംബന്ധിച്ചുള്ള വിശ്വാസം. ആ സന്ദർഭത്തിൽ ഗൂഢകർമ്മം അടുത്ത അനുയായിക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കയ്പുരസമുള്ള അപ്പം എന്ന കഥയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള വിശ്വാസം. കൊട്ടിയൂർ ശിവക്ഷേത്രം ദക്ഷയാഗം നടന്ന ഇടമാണ് എന്ന് കരുതുന്നു. പരമശിവൻ്റെ പതിവ്രതയായ പത്നി സതീദേവി അച്ഛനായ ദക്ഷൻ വിളിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കുകയും അവിടെ വച്ച് പരിഹാസം ഏറ്റുവാങ്ങി പരിഹാസം നേടിയതിനാൽ ആത്മാഹൂതി ചെയ്യുകയും കോപാന്ധനായ ശിവൻ ദക്ഷനെ നിഗ്രഹിക്കുകയും ചെയ്തത് പുരാണത്തിലെ പ്രസിദ്ധമായ കഥയാണ്. ആ ദക്ഷയാഗത്തിന് വേദിയൊരുങ്ങിയത് കൊട്ടിയൂർ ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇളനീർ മൂടൽ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. വാവാലിപ്പുഴയിൽ മുങ്ങി വരിവരിയായി 100 കണക്കിന് ഇളനീർ ക്ഷേത്രമുറ്റത്ത് കൊണ്ട് ഇടുന്ന ചടങ്ങാണ് ഇളനീർ മൂടൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ചടങ്ങ്. ഇതും കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്ന്, കൊട്ടിയൂർ ക്ഷേത്രത്തിലെ നല്ലൂരാന്മാർ എന്ന വിഭാഗക്കാരുടെ നഗ്നയാത്രയാണ്. കലശങ്ങൾ കെട്ടാക്കി നഗ്നരായ ശരീരമാകെ ഭസ്മം പൂശി തച്ചിലക്കാട് എന്ന സ്ഥലത്തു നിന്നും കൂട്ടമായി ഒരല്പം ആക്രമണോത്സുകരായി നല്ലൂരന്മാർ നടന്നു വരുന്ന ചടങ്ങ് ഇന്നും കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൂരന്മാരുടെ ഈ കടന്നുവരവിൻ്റെ നേരത്ത് മറ്റുള്ള ആളുകൾ പരമാവധി അതുവഴിയുള്ള യാത്ര ഒഴിവാക്കാറുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിവിധ ജാതിയിൽപ്പെട്ട വിഭാഗക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അധികാരം ഉണ്ട്. കുറിച്യർ, നല്ലൂരന്മാർ, തീയന്മാർ, വാര്യന്മാർ, നമ്പീശന്മാർ, പിഷാരടിമാർ, നായന്മാർ, നമ്പൂതിരിമാർ, കുറുപ്പന്മാർ തുടങ്ങി വിവിധ ജാതിക്കാരുടെ പങ്കാളിത്തവും വിവിധ ചടങ്ങുകളുടെ നേതൃത്വവും ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ സവിശേഷതയാണ്. പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് ശേഷം തിടപ്പള്ളിയിലിരുന്ന് നായർ നിവേദ്യച്ചോറ് ഉണ്ണണം എന്നാണ് അവിടുത്തെ വിശ്വാസം. മുത്തപ്പൻ്റെ പ്രതിനിധിയിൽ നിന്ന് തീയത്തറവാടായ കട്ടൻ കുടുംബത്തിലെ കാരണവർ മണിത്തറ ഏറ്റുവാങ്ങണം എന്ന് വിശ്വസിക്കുന്നു. നമ്പ്യന്മാരും ഭാര്യർമാരും പിഷാരടിമാരും സംഘം ചേർന്ന് വാവാലിപ്പുഴയ്ക്ക് ചിറ കെട്ടണമെന്നത് മറ്റൊരു ചടങ്ങാണ്. പടിഞ്ഞാറ്റ് നമ്പൂതിരി വാവാലിപ്പുഴയിൽ കർമ്മങ്ങൾ കഴിച്ച ശേഷം ജാതിയൂർ മഠത്തിലെ തീയും കോട്ടയം തെരുവിലെ തിരശീലയും കൊണ്ട് ചോതി വിളക്ക് വയ്ക്കണം എന്നും ചടങ്ങുണ്ട്. നെയ്യ് കൊണ്ടുവരുന്നത് കുറുപ്പന്മാരും നമ്പ്യാന്മാരുമാണ്.
പണ്ട് കാലത്ത് നെയ്യ് കൊണ്ടുവരുമ്പോൾ വഴുനീളെ അസഭ്യം വിളിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. പരിഷ്കൃത കാലഘട്ടത്തിൽ ആ ചടങ്ങിൽ വൈവിധ്യം വരികയും അതിപ്പോൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണകാശി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ട ഈ ചടങ്ങുകൾക്ക് വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനമുണ്ട് എന്ന് പറയുമ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് മുതലേ വിവിധ വിഭാഗം ജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരാനും ആചാരങ്ങളിൽ പങ്കാളികളായി മാറാനും അവസരമുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കൊട്ടിയൂർ ക്ഷേത്രം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും ഇപ്പോഴും ഒരു ചെറിയ ആചാര വിരുദ്ധത അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഗതിയുള്ളത് ചോതി മുതൽ മകം വരെ അവിടെ സ്ത്രീകൾക്കിപ്പോൾ പ്രവേശനമില്ല എന്നുള്ളതാണ്. ചോതി മുതൽ മകം വരെയുള്ള ദിവസങ്ങളിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ആധുനിക കാലഘട്ടത്തിൽ ഒട്ടേറെ ആചാരങ്ങളും ആചാരപ്പെരുമകളും ഒപ്പം ഒട്ടേറെ തീർത്ഥാടകരാലും സമ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ശിവക്ഷേത്രം. കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അവതരിപ്പിക്കാനാവുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരു ഈശ്വരനിൽ തുല്യ പങ്കാളിത്തമുണ്ടാവുക എന്ന ഏറ്റവും ശ്രദ്ധേയമായ ജാതി സഹിഷ്ണുതയുടെ ഉദാഹരണമായി കൊട്ടിയൂർ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും.